ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 4 ദിവസം മാത്രം ശേഷിക്കെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകൾ ഇന്ന് പ്രചാരണത്തിനായി ബീഹാറിൽ ഉണ്ട്. അതിനിടെ ജൻസുരാജ് പാർട്ടി നേതാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ JDU നേതാവ് ആനന്ദ് സിംഗ് പോലീസ് കസ്റ്റഡിയിലായി. ശ്രീനാഥ് ചന്ദ്രൻ ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ച് കഴിഞ്ഞു. പ്രത്യേകിച്ച് ദേശീയ നേതാക്കന്മാർ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ എത്തുമ്പോൾ കുറച്ചുകൂടെ രംഗം ചൂടാകുമല്ലോ. ഗുഡ് മോർണിംഗ്. തീർച്ചയായും ആദ്യഘട്ട പ്രചാരണത്തിന്റെ വെസ്റ്റേൺ അത് അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, ദേശീയ നേതാക്കൾ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ BJPക്ക് വേണ്ടിയുള്ള, NDAക്ക് വേണ്ടിയുള്ള പ്രചാരണത്തിന് സജീവമായി ഉണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ മഹാസഖ്യത്തിന്റെ പ്രചാരണം നടക്കുകയും ചെയ്തത്. ഇന്ന് അതിന്റെ ഒരു തുടർച്ചയും നമ്മൾ കാണുന്നുണ്ട്. വാക്കുകളിലൂടെ നേർക്കുനേർ പോരടിക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. അതിന്റെ ഒരു തുടർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ സമാധാനപൂർവ്വമായി പോയിക്കൊണ്ടിരുന്ന അങ്ങനെ പോയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം പെട്ടെന്നാണ് സംഘർഷ സാഹചര്യത്തിലേക്കൊക്കെ മാറിയത്. ഒരു നേതാവിന്റെ കൊലപാതകം വരെ ഇതിനിടെ നടക്കുകയും ചെയ്തു. ദുലാർ ചന്ദ് യാദവ് എന്ന ജൻസുരാജ് പാർട്ടിയുടെ നേതാവാണ് പ്രചാരണത്തിനിടെ കൊല്ലപ്പെട്ടത്. നമ്മൾ ഇന്നലെ മോർണിംഗ് ഷോയിൽ ദുലാർ ചന്ദ് യാദവിന്റെ വീട്ടിലേക്ക് പോവുകയും അവിടുത്തെ ബന്ധുക്കളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അവർ ആ സമയം നമ്മളോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ ഞങ്ങൾ പരാതിപ്പെട്ടത് ആ സ്ഥലത്തെ JDU സ്ഥാനാർത്ഥിയായ ആനന്ദ് സിംഗിന്റെ പേരാണ്. പക്ഷേ ആനന്ദ് സിംഗിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. മാത്രമല്ല ദുലാർ ചന്ദ് യാദവിന്റെ മൃതദേഹം സംസ്കാരത്തിനെ കൊണ്ടുപോകുന്ന വഴി പോലും വെടിവെപ്പുണ്ടായി എന്നത് ആശങ്കയെ അവർ പങ്കുവച്ചിരുന്നു. ഏതായാലും അർദ്ധരാത്രിയോടെ ഇപ്പോൾ ആനന്ദ് സിംഗിനെ, JDUവിന്റെ സ്ഥലത്തെ നേതാവായ മൊക്കാമയിലെ സ്ഥാനാർത്ഥിയായ ആനന്ദ് സിംഗിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടെ കേസിൽ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി ആവശ്യപ്പെടുമെന്ന് പുലർച്ചെ ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തിയ SP അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ആനന്ദ് സിംഗും ദുലാർ ചന്ദ് യാദവും ഒക്കെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. ആനന്ദ് സിംഗിന്റെ പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ചപ്പോഴാണ് എത്രത്തോളം വലിയ കേസുകളാണ് അദ്ദേഹത്തിന് മുകളിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 കൊലപാതക കേസുകൾ, 13 വധശ്രമ കേസുകൾ, തട്ടിക്കൊണ്ടുപോകൽ, പണം തട്ടൽ അടക്കം അനവധി കേസുകളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇയാൾ മത്സരിച്ചിരുന്നു, വിജയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ സമയം അയാൾ ജയിലിലായിരുന്നു. പിന്നീട് അയോഗ്യനാക്കപ്പെട്ടു, ഭാര്യ മത്സരിച്ചു, ഭാര്യ ഈ മൊക്കാമ മണ്ഡലത്തിലെ MLA മാറി. ഇത്തവണ വീണ്ടും ഇയാൾ മത്സരിക്കാൻ എത്തുകയാണ്. നേരെ ജയിലിലേക്ക് പോകുന്ന, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രംഗവും രാഷ്ട്രീയവും ഒക്കെ തന്നെ പോകുന്നത്. അതിന്റെ ഒരു നേർക്കാഴ്ചയായി മാറുകയാണ് ഈ അക്രമ സംഭവങ്ങൾ. ഓക്കെ, താങ്ക് യു. ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.